വിവാദങ്ങൾക്കിടെ നൽകിയ അവധി അപേക്ഷ പിൻവലിച്ച് ADGP MR അജിത് കുമാർ അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകി. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്, നാടകീയമാണല്ലോ ഈ മലക്കം മറിച്ചൽ, എന്താണ് സംഭവിക്കുന്നത്? പ്രദീപ, അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിൽ അവധിക്ക് പ്രവേശിക്കാനുള്ള അപേക്ഷ അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ADGP പോയത്. നേരത്തെ ഈ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ADGPയെ മാറ്റി നിർത്താത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അത് CPI പോലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി എപ്പോഴും മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ADGP MR അജിത് കുമാർ അവധിക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇത് സംബന്ധിച്ച് അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. ഈ അവധിക്ക് പോകുന്നത് നേരത്തെ തന്നെ താൻ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നടക്കമുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലൊരു അവധി അപേക്ഷ പിൻവലിക്കുന്ന രീതിയിലേക്ക് അത് പോയിരിക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം എന്തെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് അത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം അവധിക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് ഒരു നടപടി അല്ലെങ്കിൽ കൂടി താൽക്കാലികമായി മാറി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിശദീകരണമൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് ADGP MR അജിത് കുമാർ അദ്ദേഹം അവധിക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ ഇതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇതേ ചുമതലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ പരിശോധിക്കുന്ന ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരള പോലീസ് പോകുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും എന്തായാലും വരും ദിവസങ്ങളിലും സജീവമാകും. കാരണം ഈ അവധി അപേക്ഷ പിൻവലിക്കണമെങ്കിൽ അത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള അനുമതിയൊക്കെ കിട്ടാതെ അത്തരത്തിൽ ADGP MR അജിത് കുമാർ ചെയ്യുമെന്ന് കരുതാനും വയ്യ. അപ്പോൾ ഈ അവധി അപേക്ഷ പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ ADGP തന്നെയാണ് പ്രാഥമികമായ ഒരു വിശദീകരണം നൽകേണ്ടത്. അത് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം പ്രജിത്ത്, നമുക്കറിയാം ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിൽ CPM-ന് ഉള്ളിൽ നിന്ന് തന്നെ എതിരഭിപ്രായം ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ADGP അവധിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നത്. അപ്പോഴും അജിത് കുമാർ വ്യക്തമാക്കിയത് തന്റെ സ്വകാര്യ ആവശ്യത്തിനായി മാറി നിൽക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ അവധി അപേക്ഷ പോലും പിൻവലിച്ച് ADGP തൽസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതിലാണ് ഇപ്പോഴും അഭ്യൂഹവും അല്ലെങ്കിൽ ഒരുതരം അവ്യക്തതയും നിലനിൽക്കുന്നത്. കൃത്യമാണ്. കാരണം ഈ വിമർശനങ്ങൾ വരുന്നതെല്ലാം അദ്ദേഹം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അന്വേഷണം അത് DGP-യുടെ നേതൃത്വത്തിലാണ് നടത്തുന്നതെങ്കിൽ കൂടി തന്നെ ആ സംഘത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിൽ പരിശോധനകളൊക്കെ നടത്തേണ്ട അദ്ദേഹത്തിനും താഴ്ന്ന, അതായത് സബോർഡിനേറ്റായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം പരിശോധനകളുടെയൊക്കെ ഭാഗമാകുന്നു എന്നുള്ളൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പരിശോധന എത്രത്തോളം ഒരു നീതിയുക്തമായിരിക്കും എന്നടക്കമുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളൊക്കെ നേരത്തെ തന്നെ ഉയർത്തുന്ന. അപ്പോൾ ഈ പ്രത്യേകിച്ച് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. കാരണം അജിത് കുമാറിലേക്ക് നടപടികൾ നീങ്ങിയാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് നടപടികൾ നീങ്ങേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഒരു സമ്മർദ്ദം കൂടുതൽ സർക്കാരിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു നടപടികളിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിലും പോകാത്തത് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ സർക്കാരിന്റെ തരത്തിൽ നിന്നൊരു സംരക്ഷണം ADGPക്ക് MR അജിത് കുമാറിന് നിലവിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പോലീസ് വൃത്തങ്ങളിലെ തന്നെ ഒരു ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അവധിക്ക് പോകുന്നു എന്നുള്ള ഒരു താൽക്കാലിക വിശദീകരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബഫറിംഗ്, ഈ വിവാദങ്ങൾക്ക് ഒരു ബഫർ സോൺ പോലെയോ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഒരു ബഫറിംഗ് പോലെയോ മാറ്റി നിർത്തലിന്റെ ഒരു സൂചന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു വിലയിരുത്താവുന്ന അല്ലെങ്കിൽ വാദിക്കാവുന്ന രീതിയിൽ ഒരു സർക്കാർ. നമുക്കറിയാം ഈ വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് നിർണായക LDF യോഗവും ചേരുന്നത്. TP രാമകൃഷ്ണൻ കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ സജീവ ചർച്ചയാകും. എന്തായാലും അതിർത്തിയും നിലപാടുമൊക്കെ ഈ യോഗത്തിൽ കൃത്യമായി CPI ഉന്നയിക്കും, അറിയിക്കും, എതിർസ്വരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ പ്രജിത്ത്?
അതെ, കാരണം EP പോയി TP വന്നതിന് ശേഷമുള്ള ആദ്യത്തെ LDF കൺവീനർ LDF യോഗമാണ് ഇന്ന് ചേരുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ ADGPയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ഏത് രീതിയിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നിലപാട് യോഗത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ADGPക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളിൽ പോലീസ് തന്നെ പരിശോധന നടത്തുമെന്നുള്ള ഒരു വിശദീകരണമായിരിക്കും മുഖ്യമന്ത്രി നൽകുക. അതിനുശേഷം ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും നടപടികളും മതി എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CPI യോഗത്തിൽ എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ പരസ്യ വിമർശനത്തിന് പോലും CPIയും CPIയുടെ പല സംഘടനകളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ യോഗങ്ങളിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഇത് ശക്തമായി ഉന്നയിക്കണമെന്ന ആവശ്യവും CPIയുടെ പല പോഷക സംഘടനകളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ CPI ഈ ADGPയെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു ആവശ്യം ഈ യോഗത്തിൽ ഉയർത്തും. അതോടൊപ്പം RJD പോലെയുള്ള സംഘടനകൾ, NCP ഇവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കൃത്യമായി യോഗത്തിൽ അറിയിക്കും. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്തായിരിക്കും എന്നുള്ളതാണ് നിർണായകമാകുന്നത്. ഇത്തരത്തിൽ സജീവമായ ചർച്ചയായി ഈ വിഷയം തന്നെയാണ് പ്രജിത്ത്. ഒരു കാര്യം കൂടി, ഇത് ഒരു ഘട്ടത്തിൽ ADGP അജിത് കുമാറിനെ മാറ്റും എന്നുള്ളൊരു അവസ്ഥയെത്തി. അജിത് കുമാർ മുഖ്യമന്ത്രിയെ ഒന്നിലധികം തവണ സന്ദർശിച്ചു. വളരെ ശക്തമായ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് CPIയിൽ നിന്ന് ഉയർന്നു. മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ മലക്കമറിച്ചിലിന് കാരണം എന്താണ്? കാരണം അജിത് കുമാറിന് എതിരെ ഉയർന്ന അല്ലെങ്കിൽ ഉയർത്തിയ ആരോപണങ്ങൾ ശ്രീ PV അൻവർ MLA അത് അത്രയോ അതിനേക്കാൾ അല്പം കൂടി കടുപ്പം കൂട്ടിയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉയർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങളുടെ പേരിൽ അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരും എന്നുള്ളൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണോ തൽക്കാലം അജിത് കുമാറിനെ കൈവിടാതിരിക്കുന്നത് പ്രജിത്ത്? പ്രദീപ്, നിലവിലത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാം ഉയരുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം ഈ ADGPയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുമ്പോൾ ഭരണകക്ഷി MLAയുടെ ഇത്ര വലിയ ആരോപണങ്ങളിൽ ADGPക്ക് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അൻവറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതെന്നുള്ളതാണ് വിലയിരുത്തലുകളൊക്കെ. അതിനുശേഷവും ADGPക്കെതിരെ ഉയർത്തിയ രൂക്ഷമായ ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ വധശ്രമമടക്കമുള്ള അല്ലെങ്കിൽ കൊലപാതകമടക്കം നടത്തിയിട്ടുണ്ടെന്ന രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിരുന്നു. കള്ളക്കടത്ത് സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന രീതിയിലുള്ള അങ്ങനെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തെ ഒരു പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്കെതിരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു. പക്ഷേ സാധാരണഗതിയിൽ മറ്റൊരു സർക്കാരാണെങ്കിൽ അദ്ദേഹത്തെ കൈവിടേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്നിട്ട് കൂടി ADGPയെ സംരക്ഷിച്ച നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ എന്താണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ADGPക്ക് സമാനമായി ADGPയിൽ നിന്ന് ആരാണ് ADGPയെ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ അൻവർ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് എപ്പോഴും ഉയർന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയാണ്. P ശശിക്കെതിരെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ രേഖാമൂലം പരാതി നൽകുമെന്നുമൊക്കെ അൻവർ പറഞ്ഞതാണ്. മാധ്യമ വിമർശനങ്ങൾ മാത്രമാണ് അൻവർ നടത്തിയതെന്നൊക്കെയുള്ള ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അൻവർ കൃത്യമായി P ശശിയെ ലക്ഷ്യം വെച്ച സമയത്ത് അതിനൊപ്പം താഴെ നിൽക്കുന്ന, അതായത് തൊട്ട് താഴെ നിൽക്കുന്ന ADGPക്കെതിരെ നടപടി വന്നാൽ P ശശിക്കെതിരെ നടപടി എടുക്കേണ്ട അല്ലെങ്കിൽ അതിലൊരു ഫാൾ ഔട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷി MLA ആണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെതിരെ, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയത്. അപ്പോൾ ADGPക്കെതിരെ നടപടി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടായാൽ അത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്ന വലിയ വീഴ്ചകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് പാർട്ടി സമ്മതിക്കുന്ന രീതിയിലേക്ക് ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ADGPക്കെതിരായ നടപടികൾ തടയുന്നതിലൂടെ അല്ലെങ്കിൽ ADGPയെ ഇപ്പോഴും ഈ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു അവധിയിൽ പോകുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അകമഴിഞ്ഞ പിന്തുണ ഇടതുമുന്നണിയിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടും ഘടകകക്ഷികൾക്ക് പോലും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിട്ടും CPMൽ പോലും ഒരു വിഭാഗം MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം കൃത്യമായി പാർട്ടി വേദികളിൽ ആ നിലപാട് സ്വീകരിക്കുമ്പോഴും അൻവറിന്റെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയുമ്പോഴും നടപടികൾ ഉണ്ടാകാത്തതിന് പിന്നിൽ P ശശിയെ സംരക്ഷിച്ചു നിർത്തണം. അതുവഴി മുഖ്യമന്ത്രിയിലേക്കും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പോകാതെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിലേക്കും കാര്യങ്ങൾ പോകാതിരിക്കണം എന്നുള്ളതാണ് നിലപാട്.